ആൻഡ്രോയിഡിന്റെ ക്ലാസ് 4C എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിലെ അടുത്ത ലെയറായ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയറാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ഏറ്റവും താഴത്തെ ലെയർ ലിനക്സ് കെർണൽ, അതിന്റെ തൊട്ട് മുകളിൽ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ, അതിന്റെ തൊട്ട് മുകളിൽ ഉള്ള ലെയറിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ആൻഡ്രോയിഡ് റൺ ടൈമും പിന്നെ ലൈബ്രറീസും. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നോക്കിയത്. ഇനി നമ്മൾ അതിന്റെ തൊട്ട് മുകളിലുള്ള ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് എന്നുള്ള ലെയർ എന്നുള്ള ലെയറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Application framework layer. It is a collection of APIs written in Java, which gives developers access to complete features set of Android operating system. അപ്പോൾ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയർ എന്ന് പറയുന്നത് ഒരു API എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്, APIസിന്റെ ഒരു കളക്ഷനാണ് ഈ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയർ. ഇതെല്ലാം ജാവയിലാണ് എഴുതിയിരിക്കുന്നത്. ഈ APIs യൂസ് ചെയ്ത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള ഫുൾ ഫീച്ചർ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ആണ് രണ്ട് ആപ്ലിക്കേഷൻസിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ആണ്. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മസ്റ്റ് ആയിട്ട് ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് വേണം. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി. ഈ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയർ യൂസ് ചെയ്താണ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിന് വേണ്ടിയുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത്. Developers have full access to the same framework APIs used by the core applications so that they can enhance more in terms of functionalities of their application. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് ഫുൾ ആക്സസ് ഉണ്ട്. ഫ്രെയിംവർക്ക് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസിലോട്ട് ഫുൾ ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കോർ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഒക്കെ കോർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോർ ആപ്ലിക്കേഷൻസിൽ API ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷന്റെ ഫങ്ഷണാലിറ്റീസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് നേരത്തെ പറഞ്ഞ പോലെ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറയുന്നത് ജാവയിൽ എഴുതിയിരിക്കുകയാണ്. ആ API യൂസ് ചെയ്ത് നമുക്ക് ആൻഡ്രോയിഡിനകത്തുള്ള ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ API യൂസ് ചെയ്യുമ്പോൾ ഫുൾ ഫങ്ഷണാലിറ്റി, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫുൾ ഫങ്ഷണാലിറ്റി നമുക്ക് കിട്ടുകയാണ്. ആ ഫുൾ ഫങ്ഷണാലിറ്റി വെച്ച് നമുക്ക് ആപ്ലിക്കേഷൻ, കാരണം ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ബേസിക് ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സപ്പോർട്ട് വേണം. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫുൾ സപ്പോർട്ട് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നത് ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസിൽ കൂടെയാണ്. Enables and simplify the reuse of core components and services. ഈ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയർ കൊണ്ട് നമുക്ക് ഈ കോർ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള മെയിൻ കമ്പോണൻസ്, ഈ മെയിൻ കമ്പോണൻസ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. മെയിൻ കമ്പോണൻസും അതുമായിട്ട് ബന്ധപ്പെട്ട സർവീസസും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയർ ആണ് ഈ ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിന്റെ താഴത്തെ ലെയേഴ്സും ഇനി നമ്മൾ മുകളിൽ നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ ലെയറും ആയിട്ടുള്ള ഒരു കോമ്പാറ്റിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയർ ആണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയറിൽ വരുന്ന ഓരോ കമ്പോണന്റ് നോക്കാം. ആക്ടിവിറ്റി മാനേജർ manages the life cycle of apps and provide common navigation backstack. ആക്ടിവിറ്റി മാനേജറിന്റെ ഡ്യൂട്ടിയാണ് ലൈഫ് സൈക്കിൾ ഓഫ് ആപ്പ്. ഓരോ ആപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ആപ്പ് നമ്മൾ റൺ ചെയ്യും,
ഇടയ്ക്ക് ചില സിറ്റുവേഷനിൽ ആ റൺ ചെയ്യുന്ന ആപ്പിന് ചിലപ്പം ചില സിറ്റുവേഷൻസ് വരുമ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ സിറ്റുവേഷൻസ് കഴിയുമ്പം ആ വെയിറ്റ് സ്റ്റാറ്റസ് ചിലപ്പോൾ റിസ്യൂം ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള ടാസ്ക് അത് ചെയ്യും. എന്നിട്ട് അവസാനം ആപ്പ് എക്സിറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ആപ്പിന് പല ലൈഫ് സൈക്കിളുണ്ട്. ആ ലൈഫ് സൈക്കിളൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന ആക്ടിവിറ്റി മാനേജറാണ്. അതേപോലെ കോമൺ നാവിഗേഷൻ ബാക്ക് സ്റ്റാക്ക്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു മൊബൈൽ നമ്മൾ യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് അതിനകത്ത് പല ആക്ടിവിറ്റീസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നിങ്ങളൊരു ഫോൺ വിളിക്കാനാണെങ്കിൽ അതിൽ കോൾ ഫെസിലിറ്റി ആദ്യം എടുക്കും, അതിൽ കോൺടാക്ട് ലിസ്റ്റ് എടുക്കും, അതിൽ നിങ്ങൾ നമ്പർ സെലക്ട് ചെയ്യും, എന്നിട്ട് ഡയൽ. ഈ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഇതിനകത്ത് സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഒരു ഡേറ്റ സ്ട്രക്ചറിലോട്ട് അത് പോകുന്നുണ്ട്. ഈ സ്റ്റാക്കിന്റെ ഓപ്പറേഷൻ ആണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂ ടാസ്ക് ക്രിയേറ്റ് ചെയ്യുമ്പം അത് ഈ സ്റ്റാക്കിന്റെ ഏറ്റവും താഴെ റൂട്ടിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് നമ്മൾ അടുത്ത ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഏത് ആക്ടിവിറ്റിയാണോ അടുത്ത സ്റ്റാർട്ട് ചെയ്തത് അത് നേരത്തെ ഉള്ള ആക്ടിവിറ്റിയിലെ സ്റ്റാക്കിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. എന്ന് പറഞ്ഞാൽ ഓരോ പുതിയ ആക്ടിവിറ്റി ചെയ്യുന്തോറും സ്റ്റാക്കിലോട്ട് നമ്മൾ ആ ആക്ടിവിറ്റി പുഷ് ചെയ്ത് വരും. എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ വരുന്ന ആക്ടിവിറ്റി ആയിരിക്കും ഏറ്റവും അവസാനം നമ്മൾ ചെയ്തത്. ഇതിനെയാണ് നമ്മൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോ അഞ്ചാമത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി ഒന്ന് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അടുത്ത ആക്ടിവിറ്റി ചെയ്തു, അത് കഴിഞ്ഞ് അടുത്ത ആക്ടിവിറ്റി ചെയ്തു, അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ആക്ടിവിറ്റി ചെയ്തു. അഞ്ചാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞ് ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുമ്പം ആ അഞ്ചാമത്തെ ആക്ടിവിറ്റി എക്സിറ്റ് ആവും. ആ സ്റ്റാക്കിൽ നിന്ന് എക്സിറ്റ് ആവും. ഈ സ്റ്റാക്കിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ഓപ്പറേഷനാണ് നമ്മളിവിടെ പോപ്പപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ കഴിയുമ്പോൾ അഞ്ചാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. അടുത്ത പിന്നെ സ്റ്റാക്കിൽ ഏറ്റവും മുകളിലുള്ള നാലാമത്തെ ആക്ടിവിറ്റിയാണ്. അതിൽ നമ്മൾ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ആ ആക്ടിവിറ്റിയും ഈ സ്റ്റാക്കിൽ നിന്ന് പോപ്പപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കോമൺ നാവിഗേഷൻ ബാക്ക് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓരോ ആക്ടിവിറ്റി പുതുതായിട്ട് ചെയ്യുന്തോറും അത് സ്റ്റാക്കിനകത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ആക്ടിവിറ്റി നമ്മൾ ബാക്ക് ചെയ്യുന്തോറും അത് സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ഓപ്പറേഷൻ വഴി വെളിയിൽ പോകും. സ്റ്റാക്കിലോട്ട് വരുന്നതിന് നമുക്ക് പുഷ് ഓപ്പറേഷൻ എന്ന് പറയാം. അതേസമയം സ്റ്റാക്കിൽ നിന്ന് വെളിയിലോട്ട് പോകുന്നതിന് നമുക്ക് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയാം. ഇതെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നത് ആക്ടിവിറ്റി മാനേജറാണ്. വിൻഡോ മാനേജർ. Window manages windows and drawing surfaces and is an abstraction of Surface Manager library. നമ്മൾ തൊട്ട് താഴത്തെ ലെയറിൽ സർഫസ് മാനേജർ ലൈബ്രറി പറഞ്ഞു. ആ സർഫസ് മാനേജർ ലൈബ്രറി പറഞ്ഞപ്പോൾ അതിൽ വിൻഡോസ് റെൻഡറിങ് അതിന്റെ ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞു. അതിന്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആണ് അതിന്റെ തൊട്ട് മുകളിലത്തെ ലെയറായ ഈ വിൻഡോസ് മാനേജർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വിൻഡോസ് മാനേജർ ആണ് ഒരു മൊബൈലിനകത്ത് നമ്മൾ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ അത് മൾട്ടിപ്പിൾ വിൻഡോസിൽ ഓപ്പൺ ചെയ്യും. ആ മൾട്ടിപ്പിൾ വിൻഡോസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഈ വിൻഡോസ് മാനേജറാണ്. മൾട്ടിപ്പിൾ വിൻഡോസും അതേപോലെ ഡ്രോയിങ് സർഫസ്. അപ്പോൾ അതിന്റെ തൊട്ട് താഴത്തെ ലെയറിൽ കിടക്കുന്ന സർഫസ് മാനേജർ ലൈബ്രറിയുടെ ഒരു അബ്സ്ട്രാക്ഷൻ ആയിട്ട് നമുക്ക് ഈ വിൻഡോസ് മാനേജറിനെ കണക്കാക്കാം. The content providers enables application to access data from other applications or to share their own data. That is, it provides mechanism to exchange data among apps. ഈ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് വെച്ച് ഒരു ആപ്ലിക്കേഷന് വേറൊരു ആപ്ലിക്കേഷനിൽ നിന്ന് ഡേറ്റ സ്വീകരിക്കാൻ പറ്റും. വേറൊരു ആപ്ലിക്കേഷൻ ഡേറ്റ സ്വീകരിക്കാനും പറ്റും. അതേപോലെ ഈ ആപ്ലിക്കേഷന്റെ ഡേറ്റ വേണ്ടി വന്നാൽ അടുത്ത വേറൊരു ആപ്ലിക്കേഷന് കൊടുക്കാനും പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ നമുക്ക് പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻസ് തമ്മിൽ ഡേറ്റ പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമുക്ക് കണ്ടന്റ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ആപ്ലിക്കേഷന് അതിന് ആവശ്യമുള്ള ഡേറ്റ ഇല്ലെങ്കിൽ അതിനാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ ഇല്ലാതിരിക്കുകയും ആ ഡേറ്റ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഏത് ആപ്ലിക്കേഷനിലാണോ ആ ഡേറ്റ ഉള്ളത്
ആ ഡേറ്റ അവിടുന്ന് വേണ്ടുന്ന ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് ഇവിടുന്ന് അങ്ങോട്ടും പറ്റും, അവിടുന്ന് ഇങ്ങോട്ടും പറ്റും. അതിനെയാണ് നമ്മൾ കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. വ്യൂ സിസ്റ്റം contains user interface building blocks used to build an application's user interface, including list, grid, text, boxes, buttons, etc., and also performs the event management of user interface elements. ഇതിനാണ് നമ്മൾ യൂസർ ഇന്റർഫേസ് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. കാരണം ഒരു വിൻഡോസ് ബേസ്ഡ് ആപ്ലിക്കേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രാഫിക്കൽ ആയിട്ടുള്ള പല യൂസർ ഇന്റർഫേസ് സിസ്റ്റംസും എലിമെന്റ്സും കാണും. എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് കാണും, ഗ്രിഡ് കാണും, ടെക്സ്റ്റ് കാണും, ബോക്സസ് കാണും, ബട്ടൺസ് കാണും. അങ്ങനെ പല രീതിയിലുള്ള ഇവന്റ് മാനേജ്മെന്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ള യൂസർ ഇന്റർഫേസസ് ഫെസിലിറ്റീസ് ഒക്കെ കാണും. ഇതെല്ലാം വ്യൂ ചെയ്യുന്നതാണ് വ്യൂ സിസ്റ്റം. ഈ വ്യൂ സിസ്റ്റം യൂസ് ചെയ്താണ് ഇതെല്ലാം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. പാക്കേജ് മാനേജർ manages various kinds of information related to the application packages that are currently installed on the device. നമ്മുടെ മൊബൈലിനകത്ത് നമ്മൾ ആവശ്യമനുസരിച്ച് ഒരുപാട് തരം ആപ്ലിക്കേഷൻ പാക്കേജ് നമ്മൾ ചിലപ്പോൾ ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ വ്യത്യസ്ത തരമായിട്ടുള്ള ആപ്ലിക്കേഷൻ പാക്കേജ് ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതാണ് ഈ പാക്കേജ് മാനേജർ. അപ്പോൾ നമ്മളെ മൊബൈലിനകത്ത് ഇപ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ആ ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പാക്കേജ് മാനേജർ നമുക്ക് യൂസ് ചെയ്യാം. ടെലിഫോണി മാനേജർ enable app to use phone capabilities of the device. ഫോണിന്റെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതാണ് ഈ ടെലിഫോണി മാനേജർ. റിസോഴ്സ് മാനേജർ provides access to non-code resources such as localized strings, bitmaps, graphics, and layout. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് വരുന്ന APIക്ക് അകത്ത് വരുന്ന കോഡ് കൂടാതെ വെളിയിൽ വരുന്ന ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രിങ്സ്, അതുപോലെ പടങ്ങളുണ്ടെങ്കിൽ, ബിറ്റ്മാപ്പ് ഉണ്ടെങ്കിൽ, ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ, അത് ലേഔട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ റിസോഴ്സ് മാനേജർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൊക്കേഷൻ മാനേജർ deals with the location awareness capabilities. പലപ്പോഴും എക്സ്പെഷ്യലി നമ്മുടെ മൊബൈലിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റംസ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ലൊക്കേഷൻ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലൊക്കേഷൻ അവയർനെസ് ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതാണ് ഈ ലൊക്കേഷൻസ് മാനേജർ. ഏറ്റവും അവസാനം വരുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻസ് മാനേജർ. enables apps to display custom alerts in the status bar. പലപ്പോഴും ഒരു ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ നോട്ടിഫിക്കേഷൻ മാനേജറിന്റെ ഡ്യൂട്ടി. അപ്പം പല ആപ്സും അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ മാനേജർ യൂസ് ചെയ്യും. ഇത്രയാണ് ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിലെ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ലെയറിൽ വരുന്നത്.